കുറെ നാളായി ഞാൻ കാണുന്നു. ആണിനും പെണ്ണിനും ചേരാത്ത വേഷവും കിട്ടി പെമ്പിള്ളേരുടെ കൂടെ അവന്റെ ഒരു കൂത്താട്ടം. മര്യാദക്കുള്ള വേഷവും കെട്ടി നടന്നില്ലെങ്കിൽ കാലിന്റെ മുട്ടി കണ്ടിട്ട് കുടിക്കും. ഓടാവരുത് പറഞ്ഞില്ലടാ, ഓടാവരുത്. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ 4 എണ്ണത്തിന്റെ ചന്തിലെ തൊലിയെല്ലാം ചെടുക്കും. ഓടിയപ്പുറത്ത് മുഖത്തല്ല എന്റെ ആത്മാഭിസ്ഥാനത്ത് അടി കൊണ്ടത്. എന്നിട്ട് എന്തിനും പറ്റിയോ? എന്ത് അല്ല, എന്തൊരു സാധനത്തിന് അടി കിട്ടി. ഇവിടെ പട്ടിണി കിടന്ന് കിഡ്നി ചട്നി ആയിരിക്കും ഒരു വർത്താനം പറയരുതോ. 4 പെൺകുട്ടികളിൽ എന്നെ പ്രേമിക്കുന്ന ഏതോ ഒരു പെൺകുട്ടി, അവളുടെ മുമ്പിൽ ഞാനൊരു കൊച്ചായില്ലേ? പേടിക്കണ്ട, ഈ കൊച്ചിനെ ഞാൻ ഒരു അച്ഛനാക്കാം. എന്താ ഇയാളെ തന്നെ? അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നല്ല. എന്നെ അതിനൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ അധ്വാനിച്ചിട്ട് അച്ഛനാവുള്ളൂ. അതല്ല നളു, നഷ്ടപ്പെട്ട ആത്മാഭിമാനം അതേ തറവാട്ടിൽ അതേ പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ വീണ്ടെടുക്കും. പോരെ? അത് മതി. പക്ഷെ എനിക്കെന്ത് പ്രതിവാരം ചെയ്യും? എന്തും. ഉറപ്പാണോ? എന്നെ വിശ്വസിക്കാം. ആണോ? അത് വിട്. അതെ, എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ആ കിളവനെ ഒതുക്കുന്നു. എന്തായാലും ടൗൺ ബ്രാഞ്ചിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടിയത് നന്നായി. നീ എപ്പോഴാ ജോയിൻ ചെയ്യുന്നത്? ഇനിയിപ്പോ അത്താഴം കൊണ്ടിട്ട് പോയാ പോരെ? നല്ല വേണ്ട, പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഓഹോ, മുത്തച്ഛനായി ഭയങ്കര ഒടുക്കില്ല. വീട്ടിലെ കഞ്ഞുണ്ണി നാട്ടിനെ പറ്റി കാശില്ലടാ. ഇറങ്ങി വന്ന് ഞാനായിട്ട് മുഖമുഖം ഏറ്റുമുട്ടാ. കൂടോത്രം ചെയ്ത് കുലുകാലി വെട്ടിയില്ലടാ നീ കണ്ട സ്വത്തുക്കളൊക്കെ ഉണ്ടായത്. പന്നി ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഞാൻ വാടാ പാറ്റി. നിന്റെ മുഖത്തെ ചാണോടാ എന്തിനെ കാണിക്കണ എന്റെ അടുത്ത്. നിന്നെ ഞാൻ ഇങ്ങനെ വാടാ. എന്താ നിനക്ക് നിന്റെ പ്രതിമയായി പോയാ പന്നി. എന്താടാ മൂങ്ങ പോലെ വടിയും കുത്തിപ്പിടിച്ച് മേയിച്ചു നോക്കണത്? മണ്ണുണ്ണി കഴിവറ നേരെ പാട്ടി ഇറങ്ങി വട കുത്ത. ആര് ശത്രു? സ്വബോധം നഷ്ടപ്പെട്ട ഏതോ കള്ളൂടിയനായിരിക്കും. എല്ലാരും അകത്ത് പോയി വാതിലടച്ച് കിടന്നോളൂ. അയാൾ തനിയെ പൊക്കോളും. അങ്ങനെ ഒളിച്ചോടുന്നത് ശരിയല്ലല്ലോ. പിന്നെ അയാളെ പോലെ നമ്മളും വിളിച്ചു പോകണം. പട്ടി നമ്മളെ കടിച്ചൊന്നും പറഞ്ഞ് നമ്മൾ പട്ടിയെ തിരിച്ചു കടിക്കാറുണ്ടോ? നാളെ അയാൾ ഇത് ആവർത്തിച്ചാൽ പിന്നിപ്പോ എന്താ ചെയ്യാ? നേരിടണം. നേരിടാൻ? അതെ. എന്താ തയ്യാറുണ്ടോ? ഈ ഉച്ചിനും മൂക്കെല്ലാം എന്നെ പോലുള്ള പാപങ്ങളോട് കാണിക്കാൻ മാത്രം പോരാ, അത്തരം ചട്ടകളോട് വേണം കാണിക്കാൻ. എന്താ ചെയ്യാ? ആണായി ജനിച്ചു പോയില്ലേ? കേട്ടു നിൽക്കാൻ സൈക്കിളില്ല, കൈ തിരിക്കണ്. നല്ല വഴിയെ പോണവരോട് വഴക്കിടാതെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹിന്ദി മനസ്സിലായില്ലെങ്കിൽ പിള്ളേരെ വെക്കടാ പന്നി. ഒറ്റക്കൊറ്റക്ക് ഏറ്റു, എല്ലാം ഏറ്റു. ഇനി ഒരു അടിയുടെ ബഹം കൂടി മാത്രം മതി. പടി തുടങ്ങാം. എന്താണ് നീ വിചാരിച്ചേ? അറിയാൻ നീ ടോർച്ചിങ്ങെടുത്തേ. എന്റെ കാല് ഇനി വെറുതെ കൂങ്ങി വിളിപ്പിച്ച് നേരം കളയണ്ട. പറഞ്ഞ പോലെ ഷർട്ട്, മുണ്ട്, അണ്ടർവെയർ വേണം. അണ്ടർവെയർ ഇടാത്ത പാർട്ടിയാന്ന് ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എല്ലാം പറഞ്ഞാലും ധൈര്യമായിട്ട് ഇതേ പ്രതിവാരം ചെയ്യണം. മറക്കരുത്. എന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല. ഓക്കെ, പോയി ഷൈൻ ചെയ്തോ, പോയി ഷൈൻ ചെയ്തോ. നീ പോയി റെസ്റ്റ് ചെയ്തോ. ആരാ? എന്താ? ഇനി പേടിക്കണ്ട. ഉടുത്തുണി പോലും ഇല്ലാതെ ഞാൻ അവനെ തുരത്തി ഓടിച്ചു. ഇനി എല്ലാരും അകത്ത് പോ. നളിനേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. വീരശൂര പരാക്രമിയായ കുഞ്ഞുണ്ണി നായരുടെ ജീവൻ എടുക്കാൻ വന്ന പുലിയെ നിഷ്പ്രയാസം ഈ നളിനാശം കീഴ്പ്പെടുത്തി. ഉരിഞ്ഞെടുത്ത പുലിയുടെ തോലത് സൂക്ഷിച്ചു വെച്ചോ. വരും തലമുറകൾക്ക് അമ്മാനമാടാം. 3 പേരിൽ എന്നെ പ്രേമിക്കുന്ന ഒരാളാരാണെന്ന് കണ്ടെത്താൻ ഇത് തന്നെ അവസരം. നളിനേട്ടന് ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളം തരൂ. ഇപ്പൊ കൊണ്ടുവരാം. താങ്ക് യു. കള്ളും കുടിച്ചു വന്ന് ആരോണ്ടോ വിളിച്ചു കൂവിയന് നമ്മുടെ മക്കളെ അച്ഛൻ കുറ്റപ്പെടുത്തുന്നത്. ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്തോന്ന് കാര്യം? വിളിച്ചു പോയവന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. ലാളിച്ചും സ്നേഹിച്ചും നമ്മൾ അവരെ വളർത്തി. പക്ഷേ നീയും ഞാനും ഒന്നും മറന്നു. എന്ത്? നമ്മുടെ മക്കൾ വളർന്നു, നമ്മളറിയാതെ.
സത്യത്തിൽ അത് തന്നെയാണിപ്പോ അച്ഛന്റെയും വേവലാതി. കാക്കാൻ കന്മതിലോ സംരക്ഷിക്കാൻ ഇരുമ്പുവേലിയോ അല്ല ഇനി വേണ്ടത്, യോഗ്യരായ പുരുഷന്മാരാണ്. എന്തൊക്കെയായി പറയണേ? ഗീതുവിനും മിഥുവിനും ഉടൻ തന്നെ വിവാഹം ആലോചിക്കണം. ഇത്ര പെട്ടെന്ന്? വേണം. നമ്മുടെ അനന്തൻ നായർ പറഞ്ഞ വിവാഹത്തിലാളോട് നാളെ തന്നെ വരാൻ പറയാം. ഗോപിനാഥൻ നായർ? ആ, ഞാൻ തന്നെ. ഞാൻ ഗണപതി. ഓ, തഹസിൽദാർ അനന്തൻ നായർ പറഞ്ഞയച്ചതല്ലേ? അതെ. ആ. കല്യാണ ബ്രോക്കറാണല്ലേ? ബ്രോക്കർ അല്ല, പിന്നെ ബ്രോക്കറാണ്. മറ്റേ ബ്രോക്കർ അല്ല. മാന്യതയുള്ള കുടുംബങ്ങളിൽ നിന്നും മാന്യമായ രീതിയിൽ മാന്യന്മാർക്ക് വേണ്ടി മാത്രം മാനമായി കല്യാണം ആലോചിക്കുന്ന ഒരു മാന്യൻ. എല്ലാ മാന്യതയും ഈ വേഷത്തിൽ കാണുന്നുണ്ട്. വേഷത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും ഉണ്ട്. പിന്നെ ഇത്തിരി ജാതി സ്പിരിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല നായന്മാർക്ക് വേണ്ടി മാത്രമേ ഞാൻ ദല്ലാൽപ്പണി ചെയ്യാറുള്ളൂ. ഈ ആപ്പ നായന്മാർക്കൊന്നും ഈ ഗണപതിയെ കണി കാണാൻ കിട്ടില്ല. തറവാടിത്തം, പ്രൗഢി, സാമ്പത്തിക ശേഷി, കുലമഹിമ, ഇതൊക്കെ നോക്കി മാത്രമേ ഗണപതി കേസ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. തന്റെ ജാതി എന്താ? അമ്മ മേനോക്കിയ, അച്ഛൻ ചക്കാലയാ. ആ, മതി, വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ഇതെന്താ ബെൽറ്റ് പമ്പാണോ? ഇതാണ് സെല്ലുലാർ ഫോൺ. ഈ ഗണപതി ഒരു വെറും തുക്കടാ ബ്രോക്കർ അല്ലെന്ന് ഇപ്പൊ മൂപ്പിലേക്ക് മനസ്സിലായല്ലോ. മൂപ്പിലാണോ? മുത്തശ്ശാന്ന് വിളിയടാ. സോറി മുത്തച്ഛ. കൺട്രി ഓൾഡ് മൂപ്പിലെ ശകുനപ്പഴ. ഇയാളാണ് ഈ വീട്ടിലെ നാശം. ബോംബെയിലായിരുന്നു ഡ്രൈ ക്ലീനേഴ്സിന്റെ കയ്യിലെങ്കിലും കൊടുക്കായിരുന്നു. ഇവിടെ ഒരു ഡോബി പോലും ഇല്ല. അനുഭവിച്ച ഈ കഴുതകൾക്ക് എന്ത് പറ്റി? എന്താടാ, നിങ്ങളെ രണ്ടിനെയും കെട്ടിച്ചു വിടാൻ പോകുന്നു. നീ ലെറ്റർ വന്നു കഴിഞ്ഞു. ഗണപതി എന്നാ പേര്. ആളൊരു കുട്ടി ഗണപതി തന്നെയാ. താഴെ ഇരുന്ന് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോളെ. രണ്ടുപേരും ഡാഡി വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം എന്തിനാ വിളിക്കുന്നതെന്ന്. മമ്മിക്കും ഡാഡിക്കും ഞങ്ങൾ അത്രയ്ക്ക് ഭാരമായോ? ഭാരമായെന്നോ? എന്താ മോളെ ഇത്? എനിക്കിപ്പോ കല്യാണം വേണ്ട. പെട്ടെന്ന് നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നി. അറവുമാടുകളെ പോലെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാനാവുമെന്ന്. എന്താ കുട്ടി പറയണേ? ഡാഡിയും മമ്മിയും അങ്ങനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുമോ നിങ്ങളെ? എന്റെ അമ്മയുള്ളപ്പോ പറയാറുണ്ട്, പളങ്കുപാത്രം പോലെയാ ഒരു പെണ്ണിന്റെ ജീവിതമെന്ന്. കാണാൻ നല്ല ചേലുള്ള പളങ്കുപാത്രം, പക്ഷെ ഒന്നുടഞ്ഞാൽ എല്ലാം തീർന്നു. ചെറിയൊരു പോറലേറ്റാൽ മതി, സ്വീകരണ മുറിയിൽ നിന്നും അതിന്റെ സ്ഥാനം ഇരുട്ടറയിലാവും. ആരായാലും നിങ്ങളുടെ ഇഷ്ടം നോക്കിയേ സമ്മതിക്കുള്ളൂ. ചെല്ല്, ഡാഡിയെ വിഷമിപ്പിക്കരുത്. പേടിക്കണ്ടേ, ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാനെന്റെ കൂടെ. അയ്യടി, അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല. ഗുണവും ഗുരുത്വവും ഉള്ള ചെക്കനായിരിക്കണം. ഞങ്ങൾക്ക് ആൺമക്കളില്ല. അതുകൊണ്ട് കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവരായാൽ വലിയ ഭാഗ്യമായിരിക്കും. ആഹാ, 4 പേർ പട്ടാളം ഉണ്ടല്ലോ. ഇതാണ് എന്റെ മക്കൾ. 4 ചെക്കാണല്ലോ. ചെക്കോ? ചെക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ പെമ്പിള്ളേർ, DD എന്ന് പറഞ്ഞാൽ ആമ്പിള്ളേർ. വേഗം മാറിയെടുക്കാം. ചെക്കാവുമ്പോ ക്യാഷ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ. ചിലപ്പോ ബൗൺസ് ആയെന്നും ഇരിക്കും. പിന്നെ കേസായി, പുക്കാറായി, അടിപിടിയായി, അങ്ങനെയൊക്കെ. നിങ്ങൾ സംസാരിക്കും, ഞാനൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്. ഒരു സെല്ലുലാർ ഫോൺ വാങ്ങിച്ചൂടെ? ഈ നടത്ത ഒഴിവാക്കായിരുന്നു. ഞാൻ ഗണപതി. എന്താ പേര്? എന്താ കുട്ടിയുടെ പേര്? മിണ്ടില്ല. ഊമയാണോ? അല്ല, പിന്നെ മൗനവ്രതത്തിലാ. ശനിയാഴ്ച ആരോടും മിണ്ടാറില്ല. ഓഹോ, അപ്പൊ ശനിവ്രതം. കുട്ടിയുടെ പേരെന്താ? ഇതും മിണ്ടാറില്ലേ? മിണ്ടാട്ടം മാത്രല്ല, ഇതിന് ചെവിയും കേൾക്കില്ല. ശനിയാഴ്ച മാത്രമാണോ? ഞായറാഴ്ച ഒരു ചെവി കേൾക്കും. അപ്പൊ മൊത്തം റിപ്പയർ കേസാണല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല, ചെവിയും കേൾക്കും, സംസാരിക്കാനും പറ്റും. പക്ഷെ ഈ കച്ചവടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ, കുട്ടികളെ പരിചയപ്പെട്ടല്ലോ. പേര് ചോദിച്ചു. മൂത്തവള് മിണ്ടിയില്ല, ഇളയവള് കേട്ടതുമില്ല. ആ, ഞാൻ സംശയിച്ചു എന്തെങ്കിലും വേലത്തര ഒപ്പിക്കുമെന്ന്. 4നും കുസൃതര ഇത്തിരി കൂടുതലാ. പൊയ്ക്കോളൂ. എന്താ, എന്ത് പറ്റി? പെട്ടെന്ന് ഹൃദയത്തിന്റെ ഭാഗത്ത് വന്ന് ലഡു 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 എന്നൊരു ശബ്ദം. സാരമല്ല, സ്കാൻ ചെയ്തോളാം. മൂത്ത മകളുടെ പേര്
ഗീതാഞ്ജലി ബാങ്കിലാ. അതുകൊണ്ട് ഒരു ബാങ്ക് എംപ്ലോയിയെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് ഇളയ കുട്ടി മിഥുന. 1-2 ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുക. കുട്ടികളുടെ ഫോട്ടോയും ജാതകക്കുറിപ്പും തന്നേക്കൂ. ആ ഇപ്പൊ കൊണ്ടുവരാം. ബ്രോക്കറാണത്രേ. അയാളുടെ വേഷം ഭാവം കണ്ട വലിയ ഹീറോ ആണെന്ന വിചാരം. ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞുതരാം. ഇതുങ്ങളെ കെട്ടിക്കാനുള്ള കൊരങ്ങന്മാരെ തേടി പിടിച്ച് വില പേശിക്കൊണ്ടുവരേണ്ട ആൾ. മനസ്സിലായോ? അയാൾക്കിട്ട് എന്തെങ്കിലും ഒരു വേല കൊടുത്തേ പറ്റുള്ളൂ. ഈ തറവാട്ടിലേക്ക് അയാൾ ഇനി കാലുകുത്തരുത്. ഐഡിയ എന്താ? ബ്രോക്കർ പണിയുമായി ഈ തറവാടിന്റെ പടി ഇനി അയാൾ ചവിട്ടില്ല. പോരെ? ചെറുക്കൻ തറവാടി ആയിരിക്കണം. ആദ്യം എനിക്ക് നിർബന്ധമുണ്ട്. ഈ ഗണപതി ഏറ്റാൽ എല്ലാം ശുഭമാകും. അതിരിക്കട്ടെ, ആരാ ഈ ഗണപതി എന്ന് പേരിട്ടത്? എന്റെ അച്ഛൻ ഒരു വിഘ്നേശ്വര ഭക്തനായിരുന്നു. ആറ്റുനോട്ടൊരു മോനുണ്ടായപ്പോ ഗണപതിയായി. ചതുർത്ഥി ദിവസമായിരുന്നു എന്റെ ജന്മം. നന്നായി. അപ്പൊ വിവാഹം കഴിച്ചിട്ടില്ല. എന്തേ വൈകിയത്? ജാതകവശാൽ പ്രവർജ്യ യോഗം. പക്ഷെ അത് സമ്പൂർണ്ണമല്ല. അതാണ് ഒരാശ്വാസവും. എന്റെ ഭഗവതി, എല്ലാ ഐശ്വര്യങ്ങളും നൽകണേ. Keep the change. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതെന്താ കാക്കിക്കാരെല്ലാം ചേർന്ന ഒരു സമ്മേളനം? ഡ്യൂട്ടിക്ക് പോറായില്ലേ? സാറിന്റെ പെർമിഷൻ കിട്ടിയിട്ട് പോവാന്ന് വെച്ചു. എങ്കിൽ ഓരോരുത്തരായി പുറപ്പെട്ടുള്ളൂ. വടക്ക് ഭാഗത്തേക്ക് ജബ്ബാർ പോയാൽ മതി. കാവൻ ചോട്ടിൽ ഉണ്ണിക്കൃഷ്ണൻ. പടിഞ്ഞാറേക്കരയിൽ ജേക്കബ് പോയാൽ മതി. അപ്പൊ അതിലാര് പോവും? താൻ തന്നെ ഇങ്ങോട്ട് പോയാൽ മതിയോ കോപ്പെ? വന്നിരിക്കുന്ന ഒരു ഓഫീസർ. അങ്ങനെ വഴിക്കുവാ, ഞാൻ തന്നെ അങ്ങ് പോവല്ലേ. കഴുതക്കാമൻ കരഞ്ഞു തീർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ആയാലോ സതീന്ദ്ര തന്റെ കാര്യം. ഡിഗ്രിക്കാരെ മോഹിച്ചത് വൈറ്റ് കോളർ ജോബ്, കിട്ടിയതോ കാക്കി കോളർ. സോറി, സെന്റിമെന്റ്സിനൊന്നും ഇപ്പൊ സമയമില്ല കൂട്ടുകാരെ. കുടവും പൂജയുമായി കുടുംബിനികൾ കുടിവെള്ളത്തിനായി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. എവിടെ എന്റെ കുരിശ്? ആശാനെ ഞാൻ റെഡി. ഓഹോ, അവിടെ നാട്ടിൽ കഴിഞ്ഞാ? എങ്കിൽ ഞാനും റെഡി. ആശാന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കോട്ടയിൽ മടിച്ച് ആ ബ്രോക്കർ എങ്ങാനും എന്റെ പെടലിക്ക് കയറാൻ വന്നാ താനെന്തോയി? ഞാനൊന്നും ചെയ്യൂല. പക്ഷെ ആശാനൊന്ന് തടുത്തേക്കണം. മാസാമാസം വാടക ഇനത്തിൽ നക്കാപ്പിച്ചയാണ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത്. ഇത് അയാളുടെ വീടാണ്. ഈ ടൗണിൽ ബാച്ചിലേഴ്സിന് വീട് കിട്ടാനുള്ള പ്രയാസം തനിക്കറിയാമല്ലോ. അതുകൊണ്ട് 1-2 കിട്ടിയാലും മിണ്ടാതിരുന്നോണം. എത്തി നശൂലം. എളുത്തപ്പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. പഴുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനരാ. ദ്വാരശേ ബലസമ്പൂർണേ ഫലജ്ഞാൻ ഗുല. എന്തെന്റെ അർത്ഥമെന്നറിയോ? അല്ല, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വീട് കെട്ടിക്കൊടുക്കുന്ന ആശാരിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ്റാറുള്ളതെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ ഞാനത് തിരുത്തി. അപ്പൊ വീടുണ്ടാക്കാൻ പോവാണോ? വീടല്ല, കൊട്ടാരം. കൊട്ടാരം? കൊട്ടാരത്തിലെ കൊച്ചു ഇത് ഗീതു, ഇത് മിസു. ദാ. എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് അത്രയ്ക്കൊരു ഫ്രണ്ടിൽ നിന്ന് നോക്കണ്ട, ബാക്കിൽ നിന്ന് നോക്കണ്ട. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. സത്യത്തിലാണ് സംഭവിച്ചത്. എങ്ങനെ എങ്ങനെ എങ്ങനെ? രാമായണം മുഴുവൻ കേട്ടിട്ട് ആദ്യം അലാവുദ്ദീനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പണ്ടാരോ ചോദിച്ചു വരാലോടത്തിന്റെ കാര്യം. എടോ, ഒറ്റ നോട്ടത്തിൽ ഗീതു എന്റെ ഹൃദയ മനസ്സ് കവർന്നു. മഹാഭാരതത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. അതാണോ? ആ കോല് നീ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. നീ മഹാഭാരതത്തിന് എനിക്ക് ക്ലാസ് എടുക്കണ്ട.
സംഭവം യുഗേ യുഗേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കുന്നു. ആദ്യ ഇളയവിളെ കല്യാണം കഴിപ്പിച്ച ശേഷം മാത്രമേ മൂത്തവിളെ ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിനക്ക് ഇളയവിളെ ഇഷ്ടപ്പെട്ട സ്മാർട്ട് കേളാണ്. ഞാൻ ഒന്ന് മൂളെ മാത്രം സംഗതി കിടക്കും. ഗണപതി ചേട്ടൻ നിർബന്ധിച്ച ഞാൻ റെഡിയാണ്. പക്ഷേ അവർക്കൊരു നിബന്ധനയുണ്ട്. എന്താണ്? തറവാട്ടി പിറന്നവർക്ക് പെണ്ണുകൊടുക്കും. നീ ആണെങ്കിൽ കേൾവി കേട്ടൊരു തറയ്ക്ക് തറവാട്ടി പിറന്ന പെണ്ണി ചേരൂല. ഉള്ളു വിട്ടുകളാ. ആശാരിക്കട് മാറി ഒരു സംശയം. നീ ചോരടാ മോനെ. ഈ ഒരു തറവാടിയെ തന്നെ വേണമെന്ന് പറയുന്ന പെൺവീട്ടുകാര് ഒരു കല്യാണ ബ്രോക്കർക്ക് എങ്ങനെ പെണ്ണു കൊടുക്കും? അവരെ കല്യാണ ബ്രോക്കർ മുനിസിപ്പാലിറ്റി വെള്ളം കുടിച്ചിട്ട് വന്ന് നീ എന്റെ മൂർധാവിൽ തന്നെ മൂത്രമൊഴിക്കണടാ. പൈവിളി ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്താ അത്? അവൻ പറയട്ടെ. ഞാൻ പറയാന്നല്ലേ പറഞ്ഞു. നീ പറ. ബൈബിളിലാണോ? അതെ, അതായത് ഞാൻ പറയാ. ഇപ്പോഴാണ് പഴഞ്ചൊല്ല് ഓർമ്മ വന്നത്. വാളെടുത്തവൻ വാളാൽ. നീ പോയാ ചപ്പാത്തി വിടും. വാളിവിടെ കിടക്കട്ടെ. ഓ, അവിടെ മുഴുക്ക വൃത്തികേടാക്കി.